ഇതാണ് പുതിയ കോൺഗ്രസ് ആസ്ഥാനം, ഇന്ദിരാ ഭവൻ. നമുക്ക് ഇന്ദിരാ ഭവനകത്തേക്ക് പോകാം, കാഴ്ചകൾ കാണാം. ഇതുവഴി നമുക്ക് കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തെ അകത്തേക്ക് കയറാം. രാജ്യത്തെ വൈവിധ്യങ്ങളോട് കോൺഗ്രസിനുള്ള സമീപനം വ്യക്തമാക്കുന്നു റിസപ്ഷന് മുന്നിലുള്ള ഈ കാഴ്ച. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളെല്ലാം പരിഗണിക്കുന്ന നിലപാട്. ഡെമോക്രസി, നാഷണലിസം, സെക്യുലറിസം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ജസ്റ്റിസ്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 6 നിലകളിലായുള്ള കെട്ടിടം. ഇടനാഴികളിലെല്ലാം കോൺഗ്രസിന്റെ ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. 225 കോടി രൂപ ചെലവിലാണ് ഈ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്. കോൺഗ്രസിന്റെ ചരിത്രം കൂടി പറയുന്നുണ്ട് ഈ മന്ദിരത്തിലെ ചുവരുകൾ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ചർക്കയായിരുന്നു കോൺഗ്രസിന്റെ ചിഹ്നം. അതിനുശേഷം 52 മുതൽ 69 വരെയുള്ള ചിഹ്നം, 71 മുതൽ 77 വരെയുള്ള ചിഹ്നം, ഏറ്റവും ഒടുവിൽ 1977 മുതൽ കൈ അടയാളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ്. ആ 4 ചിഹ്നങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വരുന്ന ആളുകൾക്ക് ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി. യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസാണിത്. യൂത്ത് കോൺഗ്രസ് ഓഫീസിന്റെ ചുവരുകൾ നമുക്ക് നോക്കിയാൽ ഇന്ദിരാഗാന്ധിയുടെ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ചിത്രം കാണാം. യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളുടെ ചിത്രം കാണാം. വളരെ വിപുലമായ സൗകര്യങ്ങൾ ഈ ഓഫീസ് കെട്ടിടത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഭാരവാഹികൾക്കുള്ള ഓഫീസ് മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോഷക സംഘടനകൾക്കെല്ലാം ഓഫീസ് സൗകര്യവുമുണ്ട്. ദേശീയ ആസ്ഥാനത്തെ ലൈബ്രറിയാണിത്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ലൈബ്രറിയും വിശാലമായിട്ടുള്ള ഒരു റീഡിംഗ് റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. മുന്നൂറോളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള മികച്ച സൗകര്യം കൂടി പാർട്ടി ആസ്ഥാനത്ത് കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിൽ പാർട്ടി അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്ക് മുറി. ഇനി ഇവിടെ വെച്ചാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ രൂപീകരിക്കപ്പെടുകയും അത് നടപ്പിലാക്കാനുള്ള ഇടപെടൽ നടക്കുകയും ചെയ്യുക. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.